111 അടിയുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാശിവലിംഗം. മരുത്വാമല ഏന്തി നിൽക്കുന്ന 64 അടി ഉയരമുള്ള ഹനുമാൻ സ്വാമിയുടെ ഭീമാകാരമായ രൂപം. മാതാപിതാക്കളെ പോലെ ഭക്തരെ അനുഗ്രഹിക്കാൻ ശിവനും പാർവതിയും ഒരേ പീഠത്തിലിരിക്കുന്ന ശ്രീകോവിൽ. ശിവനും പാർവതിയും ഒരേ പീഠത്തിലിരുന്ന് ഭക്തർക്ക് ദർശനം കൊടുക്കുകയും അവർക്ക് അനുഗ്രഹം തരികയും ചെയ്യുന്ന ഒരേ ഒരു പ്രതിഷ്ഠ ഇതാണ്. അത് ലോകത്തിൽ എവിടെ പോയി നോക്കിയാലും കാണാൻ പറ്റത്തില്ല. അയ്യായിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ പുണ്യ സങ്കേതത്തെ ദക്ഷിണ കാശി എന്നാണ് ഭക്തജനങ്ങൾ വിളിക്കുന്നത്. ൂറ്റി അടിയുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാശിവലിംഗം. മരുത്വാമല ഏന്തി നിൽക്കുന്ന 64 അടി ഉയരമുള്ള ഹനുമാൻ സ്വാമിയുടെ ഭീമാകാരമായ രൂപം. മാതാപിതാക്കളെ പോലെ ഭക്തരെ അനുഗ്രഹിക്കാൻ ശിവനും പാർവതിയും ഒരേ പീഠത്തിലിരിക്കുന്ന ശ്രീകോവിൽ. അതെ, നമ്മൾ എന്നുള്ളത് ഈ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ചെങ്കൽ മകേശ്വരം ശ്രീപാർവതി ക്ഷേത്രത്തിലാണ്. ശിവനും പാർവതിയും ഒരേ പീഠത്തിൽ കിഴക്ക് ദർശനം നോക്കിയിരിക്കുന്ന ഒരേ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇതാണ്. അത് ലോകത്തിൽ എവിടെ പോയി നോക്കിയാലും കാണാൻ പറ്റത്തില്ല. പിന്നെ ശിവപാർവതി ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ അതവിടെ ഒന്നി ശിവൻ്റെ പുറകിൽ ഇരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പടിഞ്ഞാറ് മുഖം നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ വടക്ക് മുഖം നോക്കിയിരിക്കുന്നതായിരിക്കും ശിവപാർവതിയുടെ പ്രതിഷ്ഠ. അപ്പോൾ അത് ഇതിനെല്ലാത്തിനും വ്യത്യസ്തമായിട്ട് ശിവനും പാർവതിയും ഒരേ പീഠത്തിലിരുന്ന് ഭക്തർക്ക് ദർശനം കൊടുക്കുകയും അവർക്ക് അനുഗ്രഹം തരികയും ചെയ്യുന്ന ഒരേ ഒരു പ്രതിഷ്ഠ ഇതാണ്. ക്ഷേത്രത്തിലെ മറ്റു പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഗണപതി, പിന്നെ മുരുകൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ജ്യോതിർലിംഗങ്ങൾ. ജ്യോതിർലിംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉള്ള പ്രതിഷ്ഠയാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഒരിടത്ത് തന്നെ അത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സോമനാഥലിംഗം, മല്ലികാർജുനലിംഗം, മഹാകാളേശ്വരലിംഗം, ഓങ്കാരേശ്വരലിംഗം, വൈദ്യനാഥലിംഗം, ഭീമാശങ്കരലിംഗം, രാമേശ്വരലിംഗം, നാഗേശ്വരലിംഗം, കാശി വിശ്വനാഥലിംഗം, കേദാരേശ്വരലിംഗം, കൃഷ്ണേശ്വരലിംഗം, അങ്ങനെ 12 ജ്യോതിർലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ മഹാശിവലിംഗത്തിനകത്ത് പരശുരാമ മഹർഷി ഭാരതത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള 108 ശിവലിംഗങ്ങളും ഇതിനകത്തും പ്രതിഷ്ഠിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരീരത്തിലുള്ള മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഥാജ്ഞ, വിശുദ്ധി എന്നുള്ള ആ 6 ചക്രങ്ങൾ കടന്നു പോകുമ്പോൾ അത് സഹസ്രാര പത്മം. ആ സഹസ്രാര പത്മത്തിലാണ് ശിവനും പാർവതി ഇരിക്കുന്നത്. അത് മാത്രമല്ല, സഹസ്രാര പത്മത്തിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സഹസ്രാര പത്മം എന്താണെന്നുള്ളത് വരുന്ന ഭക്തർക്ക് കാണാൻ കഴിയും. കാരണം അതിൻ്റെ മുകളിൽ ഒരു സഹസ്രാരമായിട്ട്, അതായത്
ഇതളുള്ള ഒരു താമരയാണ്. ആ താമരയാണ്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറാണ്. അപ്പോൾ അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെയാണ് വീണ്ടും വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. ഹനുമാൻജിയുടെ അകത്തൂടെ വൈകുണ്ഠത്തിൽ പോയി അഷ്ടലക്ഷ്മികളെയും തൊഴുത് പിന്നെ വിഷ്ണുവിനെയും തൊഴുതിട്ട് അത് കഴിഞ്ഞിട്ട് ദേവലോകത്തിൽ കയറി ദേവന്മാർ, അവിടെയുള്ള ദേവന്മാരൊക്കെ ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല ഇവിടുന്ന് അവർ വലിയൊരു അറിവാണ് നേടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ദേവീ ദേവന്മാരെല്ലാം ഒരു നാഗശിവലിംഗം എന്ന് പറഞ്ഞൊരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തിനെയാണ് അവരെല്ലാം പൂജിക്കുന്നത്. ദേവലോകത്തിലുള്ള എല്ലാവരും നാഗശിവലിംഗത്തിനെയാണ് പൂജിക്കുന്നത്. അത് പലർക്കും അറിയില്ല നാഗശിവലിംഗം എന്താണെന്നുള്ളത്. പറവൂർ ശ്രീധരൻ തന്ത്രികൾ ഇവിടെ വന്ന് ഒരു പ്രശ്നം വെച്ചിരുന്നു. അപ്പോൾ ആ പ്രശ്നത്തിലാണ് അദ്ദേഹമാണ് പറഞ്ഞത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നത്. മാത്രമല്ല നമ്മൾ ഈ ക്ഷേത്രം കെട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് മണ്ണെല്ലാം കുഴിച്ച സമയത്ത് ചുറുക്ക് ചാന്ത്, അതായത് പണ്ട് കെട്ടുന്ന ചാന്താണ് ചുറുക്ക് ചാന്തെന്ന് പറയുന്നത്. അപ്പോൾ ആ ചുറുക്ക് ചാന്ത് കെട്ടിയിട്ടുള്ള തൂങ്കെട്ടികളും മറ്റു കുഴികളും ഒക്കെ ഉണ്ടായിരുന്നു. ആ കല്ലെല്ലാം കുറച്ച് നമ്മൾ ഇളക്കിയെടുക്കുകയും ചെയ്തു. ചെങ്കൽ ക്ഷേത്രത്തെ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തിയത് ഈ മഹാശിവലിംഗമാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയ ഈ 111 അടി ഉയരമുള്ള ഈ മഹാനിർമ്മിതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാശിവലിംഗങ്ങളിൽ ഒന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള ചെങ്കൽ എന്ന ഗ്രാമത്തിലാണ് ഈ പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്നത്. അയ്യായിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ പുണ്യ സങ്കേതത്തെ ദക്ഷിണ കാശി എന്നാണ് ഭക്തജനങ്ങൾ വിളിക്കുന്നത്. ഗണപതി ഭഗവാന്റെ 32 ഭാവങ്ങളിലുള്ള അപൂർവ പ്രതിഷ്ഠ.
32 ഭാവത്തിലുള്ള ഗണപതിയും മൂഷികനുമാണ്. ഇവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 തൊട്ട് 32 ഭാവത്തിലുള്ള ഗണപതി ആയതുകൊണ്ട് 1 തൊട്ട് 32 തേങ്ങ വരെ ഉടയ്ക്കാം. തേങ്ങ ഉടച്ച് കാര്യം നടന്നതിന് ശേഷം 33 തേങ്ങ ഇവിടെ കൊണ്ടുവന്ന് ഉടയ്ക്കണം. അതാണ് ഇവിടുത്തെ രീതി. സർവ്വവിഘ്ന നിവാരണത്തിനും കാര്യതടസ്സത്തിനും വേണ്ടിയിട്ടാണ് നാളികേരം ഉടയ്ക്കുന്നത്. എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ച് 1 തൊട്ട് 32 തേങ്ങ വരെ ഉടയ്ക്കാം. തേങ്ങ ഉടച്ച് കാര്യം നടന്നതിന് ശേഷം 33 തേങ്ങ ഇവിടെ കൊണ്ടുവന്ന് ഉടയ്ക്കാം. എൻ്റെ 14 വയസ്സിൽ തൊട്ട് ഞാൻ ഈ ഗണപതി ഹോമം തുടങ്ങിയ ആളാണ്. ഇപ്പം ഞാൻ ഏകദേശം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 57-58 വർഷത്തോളം മുടങ്ങാതെ ദിവസവും ഗണപതി ഹോമം ചെയ്യുന്ന ഒരു സമയം. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഒരു ദർശനം കണ്ടു. അങ്ങനെ 32 ഭാവത്തിലുള്ള രൂപം എനിക്കുണ്ട്, അതിവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അതിനെക്കുറിച്ച് അങ്ങോട്ട് ആലോചിച്ചതും ആ കാര്യങ്ങൾ ചെയ്തത്. 32 ഭാവത്തിലെ ഗണപതി എന്ന് പറയുമ്പോൾ ബാലഗണപതി, തരുണഗണപതി, ഭക്തി ഗണപതി, വീരഗണപതി, ശക്തി ഗണപതി, ദ്വിജഗണപതി, സിദ്ധി ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, വിഘ്നഗണപതി, ക്ഷിപ്രഗണപതി, ഹേരംബ ഗണപതി, ലക്ഷ്മി ഗണപതി, മഹാഗണപതി, വിജയഗണപതി, നർത്തഗണപതി, ഊർത്തഗണപതി, ഏകാക്ഷര ഗണപതി, വരഗണപതി, ത്രിയക്ഷര ഗണപതി, ക്ഷിപ്രപ്രസാദ ഗണപതി, ഹരിദ്രാ ഗണപതി, ഏകദന്ത ഗണപതി, സൃഷ്ടി ഗണപതി, ഉദ്ദണ്ഡ ഗണപതി, ഋണമോച ഗണപതി, ഡുണ്ടി ഗണപതി, ദിമു ഗണപതി, ത്രിമു ഗണപതി, സിംഹ ഗണപതി, യോഗ ഗണപതി, ദുർഗാ ഗണപതി, സങ്കടകര ഗണപതി. പക്ഷേ ഈ 32 ഭാവവും വ്യത്യസ്തമായ രൂപങ്ങളിലാണ് ഇരിക്കുന്നത്. അതൊരാൾ വന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത് ശരിക്കും ഓരോന്നിൻ്റെയും ഭാവങ്ങളും അതിൻ്റെ വ്യത്യാസങ്ങളും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചുമ്മാ ഒന്ന് നോക്കിപ്പോയാൽ അതിന് എല്ലാം ഏകദേശം ഒന്നുപോലെ ഇരിക്കുന്നു എന്ന് തോന്നും. പക്ഷേ അത് 32 ഭാവത്തിലാണ് ആ പ്രതിഷ്ഠകളിരിക്കുന്നത്. 32 ഭാവത്തിലെ ഗണപതി എനിക്ക് പൂർണ്ണ ഇഷ്ടമാണ്. കാരണം ഞാൻ എല്ലാ ദിവസവും ആ 32 ഭാവത്തിലെ ഗണപതിയുടെ മുമ്പേ ഇരുന്നാണ് ഗണപതി ഹോമം നടത്തുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ഈ 32 ഭാവത്തിലെ ഗണപതിയെയും ചിന്തിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്, അതിൻ്റെ മന്ത്രം പറയാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ ഗണപതിയും ഒരു തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കതിൽ വ്യത്യസ്തമായിട്ടുള്ള തോന്നാറ്. കേരളീയ വാസ്തുശില്പ ശൈലിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി. കൃഷ്ണശിലയും തടിയും ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രത്തിന്റെ മിക്ക ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്.
ശ്രീകോവിലിനുള്ളിൽ പരമശിവനും പാർവതിയും ഒരുമിച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഞാൻ നമ്മുടെ കേരളത്തിലുള്ള ഏകദേശം എല്ലാ അമ്പലങ്ങളും പോയി കണ്ടു. അതുപോയിട്ട് തമിഴ്നാട്ടിലും ഏകദേശം എല്ലാ അമ്പലങ്ങളും പോയി കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിനെല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കണം ഒരു അമ്പലം പണിയേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നിരിക്കുന്ന ഈ ക്ഷേത്രം പണിത്. അതും കേരളീയ വാസ്തു ശാസ്ത്രപ്രകാരമാണ് അത് ചെയ്തിട്ടുള്ളത്. ദേവപ്രശ്നത്തിലാണ് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിഞ്ഞത്. അപ്പോൾ അത് ഈ പ്രകൃതി ക്ഷോഭം മൂലം നശിക്കപ്പെട്ട ഒരു അമ്പലമായിട്ട് പോയി. അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ ശിവനും പാർവതിയും ഗണപതിയും മുരുകനും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭൂമി കുലുക്കം പോലെ സംഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ആളുകളെല്ലാം ഇവിടെ നിന്ന് പലായനം ചെയ്തു പോവുകയും പിന്നെ ഇതൊരു വനാന്തര ഭൂമി പോലെ കിടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം എൻ്റെ ജനനത്തോടുകൂടെയാണ്, ഞാൻ ജനിക്കുന്നത് തന്നെ ജടയോടുകൂടെയാണ്. അപ്പോൾ എൻ്റെ ജനനത്തോടുകൂടെ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത ആവിർഭാവം വരുന്നത്. പിന്നെ അകത്ത് തന്നെ ജ്യോതിർലിംഗ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഈ ജ്യോതിർലിംഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന് വെച്ചാൽ 2-3 മാസം മെനക്കെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന ഒരാളിന് എല്ലാ പ്രതിഷ്ഠകളും 12 പ്രതിഷ്ഠകളെയും ഒരുമിച്ച് ഒരിടത്ത് കണ്ട് അവർക്ക് സന്തോഷമായിട്ട് പോകാൻ പറ്റും. അതുമാത്രമല്ല, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കയറി കാണുന്ന ഒരാളിന് പൂർണ്ണ സംതൃപ്തിയോടുകൂടെ തന്നെയാണ് അവർ പോകുന്നത്. മഹേശ്വരം ശ്രീ നാഗരാജാവിന്റെ തിരുസന്നിധിയിൽ സന്തതിക്കായി നാഗര് പാടിക്കുമ്പോൾ ശനിദോഷം, ശത്രുദോഷം, രാഹുദോഷം, നവഗ്രഹ ദോഷങ്ങൾ തീർന്നൊഴിയണം. മഹേശ്വരം വസിക്കുന്ന ശ്രീ മഹാദേവനും അമ്മ ശ്രീ പാർവതി ദേവിയും വീണസ്വരം കേട്ട് പ്രസാദിച്ച് സർപ്പദോഷങ്ങളും മുദ്രരോഗങ്ങളും ത്വക്കുരോഗങ്ങൾ തീർന്നൊഴിയണം. സന്തതി ശ്രീ മഹാഗണപതിയും ശ്രീ മുരുകനും പ്രസാദിച്ച് സർവ്വ വിഘ്നങ്ങളും തീർന്നൊഴിഞ്ഞ തൊഴിൽ തടസ്സങ്ങൾ നീക്കി തൊഴിലഭിവൃദ്ധിയും കുടുംബാഭിവൃദ്ധിയും നെല്ലും പൊന്നും വർധനവുണ്ടാകണം. സന്തതിക്ക് യോഗീശ്വരനും ബ്രഹ്മരക്ഷസും പ്രസാദിച്ച് ശത്രുതാ ദോഷങ്ങൾ തീർന്നൊഴിയണം. ആയില്യം തിരുനാളായ നാഗരാജാവ് നാഗേശ്വരപേക്ഷിമനാകന്യക അഷ്ടനാഗത്രപതയുടെ തിരുസന്നിധിയിൽ സന്തതിക്കായി നാഗര് പാടിക്കുമ്പോൾ സർപ്പദോഷങ്ങളും സർപ്പശാപങ്ങളും സർപ്പഭയങ്ങളും ഒഴിയണം. സന്തതിയും തറവാടും വാണിരിക്കുന്ന സർപ്പദൈവങ്ങൾ ദൃക്ഷിദോഷങ്ങളും നാവേറ് ദോഷങ്ങൾ തീർന്നൊഴിയണം. നാഗരാജാവിന്റെ തിരുവുള്ളത്താനേ. കാഴ്ചകൾക്കപ്പുറം മനസ്സിന് ശാന്തിയും ഊർജവും കിട്ടുന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് ചെങ്കൽ മഹേശ്വരം ശ്രീ പാർവതി ക്ഷേത്രം. തിരക്കുകളിൽ നിന്നും മാറി ഒരു നിമിഷം ശാന്തമായിരിക്കാൻ, ദക്ഷിണ കൈലാസത്തിൻ്റെ പുണ്യം നുകരാൻ
ഒരിക്കലെങ്കിലും നിങ്ങളും ഇവിടേക്ക് വരിക. നമസ്തേ.